വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്വലാത്തിന്റെ പ്രതിഫലത്തെ ഒട്ടനേകം ഹദീസുകളിൽ പ്രതിഫലിച്ചു. സ്വലാത്തിന്റെ മഹത്വത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ കൊച്ചു പ്രസംഗം കൊണ്ട് തെല്ലുമാവില്ലെന്നറിയാം. ബറക്കത്ത് മാത്രം ഉദ്ദേശിച്ച് അല്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ വഫഖനല്ലാഹ്. സ്വലാത്തിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്, നിശ്ചയം അല്ലാഹും മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ഇത് മാത്രം മതി സ്വലാത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ. കാരണം സ്വലാത്തിനെ കൂടാതെ മറ്റൊരു അമലും ഞാൻ ചെയ്യുന്നുണ്ടെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല. തീർന്നില്ല, സർവ്വ അമലുകൾക്കും സ്വീകാര്യത അസ്വീകാര്യത എന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇഖ്ലാസ് അനുസരിച്ച് അത് തീരുമാനിക്കപ്പെടും. എന്നാൽ സ്വലാത്തിന് സ്വീകാര്യത എന്ന ഓപ്ഷൻ മാത്രമുള്ളൂ എന്നാണ് പണ്ഡിതപക്ഷം. അഥവാ സ്വലാത്തിന് ഇഖ്ലാസ് നിർബന്ധമില്ല. നിഷ്കളങ്കത കൊണ്ടാവലാണ് നല്ലതെങ്കിലും തമാശക്കോരിയായിനോ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വീകരിക്കപ്പെടും. സ്വലാത്തിന്റെ പ്രതിഫലത്തെ ഒട്ടനേകം ഹദീസുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഉഹറവിയായത് 70%, ദുനിയാവിയായത് 30% കാര്യങ്ങൾ സ്വലാത്ത് മോഹനെ പരിഹരിക്കപ്പെടും എന്നതൊരു ഹദീസാണ്. അഥവാ 2 ലോകവും വിജയിക്കുമെന്നർത്ഥം. കൂടാതെ നാളെ സ്വർഗത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത സീറ്റുകാരൻ എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചെല്ലിയവനായിരിക്കുമെന്ന് മറ്റൊരു തിരുമൊഴി. ഒരു ദിനം പ്രഭാതത്തിൽ പുഞ്ചിരി തൂകുന്ന തിരുനബിയെ കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്താ തിരുനബിയെ ഇന്ന് വല്ലാത്ത മുഖപ്രസന്നത? തിരുനൂറ് പറഞ്ഞു, ഇന്നലെ രാത്രി റബ്ബ് എനിക്ക് ദിവ്യ സന്ദേശം തന്നു. എൻ്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ രേഖപ്പെടുത്തുകയും 10 ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. തിരുനബിയെ സന്തോഷിപ്പിച്ച ഈ വിഷയത്തിൽ നാം ഒരിക്കലും പിന്നിലായിക്കൂടാ. സ്വലാത്ത് കൊണ്ട് നന്മകൾ ഇരട്ടിപ്പിക്കപ്പെടുകയും ദോഷങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യുന്നു. റബ്ബിന്റെയും പുണ്യനബിയുടെയും പ്രതിഫലമാവുകയും മലായികത്തിന്റെ പ്രാർത്ഥന കിട്ടുകയും കടങ്ങൾ വീട്ടപ്പെടുകയും മഴ വർഷിപ്പിക്കുകയും ആപത്തുകൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നു. സ്വർഗീയ പ്രവേശമടക്കമുള്ള നിരവധി നേട്ടങ്ങൾ ലഭിക്കുമെന്നിരിക്കെ നാം ഒരിക്കലും സ്വലാത്ത് വിഷയത്തിൽ പിന്നിലായിക്കൂടാ. സ്വലാത്തിന്റെ ഒരു ചരിത്രം അയവിറക്കി ഞാൻ അവസാനിക്കാം. പുണ്യമദീനത്ത് തിരുനബിയുടെ ശിഷ്യഗണങ്ങൾ നിർത്താതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഏതു സമയത്തും ആ ആദരങ്ങൾ സ്വലാത്ത് ചൊണ്ട് തത്തിക്കളിക്കുമായിരുന്നു. ജൂതജനകർക്ക് ഇതത്ര പിടിച്ചില്ല. കാട്ടിൽ വിറക് വെട്ടി നാട്ടിൽ വിറ്റ് ജീവിക്കുന്ന ആ പാവം സ്വഹാബി ഒരു ദിനം കാട്ടിൽ പ്രവേശിച്ചപ്പോൾ ജൂതകിങ്ങർ വളഞ്ഞു. നബിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ നവളങ്ങൾ അരിയുമട എന്ന് ആക്രോശിച്ച് ആ പരിശുദ്ധ നവർ അവർ അരിഞ്ഞെടുത്തു. ആദ്യധികം ദുഃഖിതനായി സ്വഹാബി തിരുസന്നിധിയിലെത്തി. ഇനി എങ്ങനെ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കടം. തിരുനബി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച ശേഷം അല്പം ഉമിനീര് പുരട്ടി ആ നാവ് വെച്ച് കൊടുക്കുകയും ചെയ്തു. നോക്കൂ, സ്വലാത്തിന്റെ തിരുമൂജസ് മൂലം ഉണ്ടായ ഈ വിഷയത്തിൽ തിരുസുഹാബി സന്തോഷ കണ്ണീർ വരികയുണ്ടായി. നോക്കൂ സ്വലാത്തിന്റെ മഹത്വം. തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു ദിവസത്തിന്റെ 4-1 ഭാഗം അങ്ങയുടെ മേൽ സ്വലാത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കാം. അപ്പോൾ തിരുനബി പറഞ്ഞു, അത് വർദ്ധിപ്പിച്ചാൽ നിനക്ക് അത്രയും ഹൈറായിരിക്കും. അപ്പോൾ കഅബ് തങ്ങൾ ആദ്യം പറഞ്ഞത് തിരുത്തി പിന്നെ പറഞ്ഞു, ഒരു ദിവസത്തിന്റെ പകുതി ഭാഗം ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കും. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്നെ പറഞ്ഞു, വർദ്ധിപ്പിച്ചാൽ നിനക്ക് അത്രയും ഹൈറായിരിക്കും. പിന്നെയും പറഞ്ഞു, ഒരു ദിവസം മുഴുവനും ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കും. ഇങ്ങനെ പറഞ്ഞ് വചനത്തിലെത്തി. എന്നിട്ട് പറഞ്ഞു, കഅബ് തങ്ങളുടെ അത്രയില്ലേലും ദിനേനെ നമ്മൾ സ്വലാത്ത് പതിവാക്കണം. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ കഅബ് തങ്ങളുടെ അത്രയില്ലേലും ദിനേനെ നമ്മൾ സ്വലാത്ത് പതിവാക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം. ഇത്രയും ദിനങ്ങളിൽ മലായികത്താണ് എനിക്ക് സ്വലാത്ത് കൊണ്ടെത്തിച്ചതെങ്കിലും വെള്ളിയാഴ്ച ദിവസം എനിക്ക് ഒരു വസീലയും കൂടെ അത് നേരിട്ടൊന്നും അവരിൽ ചെയ്തിട്ടുണ്ട്. സ്വലാത്തിലൂടെ തിരുനബിയിലേക്ക് അടുക്കാനും തിരുനബിയിലൂടെ സ്വർഗ്ഗലോകത്തേക്ക് കിടക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.